ജനനായകൻ സിനിമയുടെ റിലീസ് വൈകിയതോടെ തമിഴ്നാട് തിയേറ്ററുകൾക്ക് നഷ്ടമായത് കോടികൾ. നിയമപരമായ തർക്കങ്ങൾ പരിഹരിച്ചാൽ ഫെബ്രുവരിയിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് സൂചന. വിജയ് നായകനായി എത്തുന്ന ജനനായകന് പ്രദർശനാനുമതി ലഭിക്കാത്തതിൽ ഏറെ നിരാശയിലാണ് ആരാധകർ. പൊങ്കലിന് തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരുന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതോടെയാണ് കോടതി കയറേണ്ടി വന്നത്. സിനിമയ്ക്ക് നേരിട്ട സെൻസർ കുരുക്കുകൾ ഇതുവരെ അഴിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സിനിമയുടെ റിലീസ് വൈകിയതുകൊണ്ട് തമിഴ്നാട് തിയേറ്ററുകൾക്ക് 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിജയ് ചിത്രം ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിയും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടേണ്ടതായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ജനനായകൻ ഏകദേശം 150 മുതൽ 200 കോടി രൂപയ്ക്കടുത്ത് നേട്ടം ഉണ്ടാക്കുമെന്നായിരുന്നു പ്രതീക്ഷകൾ. പൊങ്കലിന് റിലീസ് ചെയ്ത കാർത്തിയുടെ വാവാതിയാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതേസമയം ജിബിയുടെ തലൈവർ തമ്പി തലൈമയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 30 കോടി രൂപ നേടി. പരാശക്തിയും റിലീസ് ചെയ്തതിന് ശേഷം ജനുവരിയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏകദേശം 85 കോടി രൂപ ലഭിച്ചു. ഇതോടെയാണ് ജനനായകന്റെ കാലതാമസം കാരണം തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന നിഗമനത്തിൽ എത്തിയത്. ജനനായകന്റെ കാലതാമസവും ചിത്രത്തിന്റെ റിലീസിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും കാരണം അടുത്ത കുറച്ചു മാസങ്ങളിലെ റിലീസ് ഷെഡ്യൂൾ താറുമാറായി എന്നും റിപ്പോർട്ടുകളുണ്ട്. ജനനായകൻ നിയമപരമായ തർക്കങ്ങൾ പരിഹരിച്ചാൽ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാൻ കഴിയുമെന്നാണ് അഭ്യൂഹങ്ങൾ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാധ്യതയുള്ള സിനിമകളൊന്നുമില്ല. 15 കോടി രൂപ വരുമാനം നേടാൻ സാധ്യതയുള്ള ചെറിയ ബജറ്റ് ചിത്രങ്ങൾ മാത്രമേ അടുത്ത കുറച്ചു മാസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. ജനനായകൻ റിലീസ് ചെയ്താൽ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുകയും ടിക്കറ്റുകളിലൂടെയും ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പനയിലൂടെയും തിയേറ്ററുകൾക്ക് പണം സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യും. എന്നിരുന്നാലും നിലവിലെ നിയമപരമായ സാഹചര്യത്തിൽ വിജയുടെ ചിത്രം എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് വ്യക്തമല്ല. വിജയുടെ വെറുമൊരു ചിത്രം മാത്രമല്ല ജനനായകൻ, രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടക്കുന്ന നടന്റെ അവസാന ചിത്രം കൂടെയാണ്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം തന്നെ വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.